അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയ വ്ലോഗായിട്ട് വന്നേക്കാം കേട്ടോ. ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റ് ഡേ ആണ്. അപ്പോൾ അതിനെ റെഡി ആവാനുള്ള ഒരു തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എത്തണം. അതുകൊണ്ട് രാവിലെ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് തന്നെ റെഡി ആവാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് എൻ്റെ ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് വരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഫുൾ ലുക്ക് ഞാൻ വീഡിയോയിൽ ഷോർട്സ് ഒക്കെ ആയിട്ടിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൽ. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കുക, ഇതിൻ്റെ ഫുൾ ലുക്ക് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ മേക്കപ്പ് കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി കാണിച്ച് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ അതൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ആക്സസറീസ് ആയിട്ട് ഞാൻ കമ്മൽ മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. മാലക്കെട്ട് ഒരുപാട് അങ്ങോട്ട് ഓവറായി പോകില്ലേ. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ ഫ്രണ്ടും ഉണ്ട് ഇവിടെ, അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ മോളും ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ റെഡി ആവൽ കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി. അപ്പോൾ അവൾ അവിടെ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഫൈനൽ ലുക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ 2 പേര് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോകാൻ വേണ്ടി പോവാണ്. ഇവിടെ നമുക്കൊരു ഓട്ടോ വിളിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് വണ്ടിയൊന്നും വിളിച്ചിട്ട് പോകാൻ പറ്റില്ല, 2 വീലറും കൊണ്ട് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചൊരു ഓട്ടോ വിളിച്ചിട്ട് പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ റെഡിയായി. ഇനി ഒരു ഓട്ടോ വിളിക്കണം. അതിനു മുമ്പ് നമുക്കൊരു ചടങ്ങ് കൂടി എന്ന് വെച്ചാൽ ഈ ഒരു ഡ്രസ്സിന് മാച്ചായ ചെരുപ്പ് കണ്ടെത്തുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ 2-3 എണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫൈനലായിട്ട് 2 എണ്ണം എടുത്ത് വെച്ച്, എന്നിട്ട് ഡ്രസ്സ് ഇട്ടതിന് ശേഷം ഏതാണോ മാച്ച് അതിടാന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഈ ഒരു 2 എണ്ണത്തിൽ ഈ ഒരു ഷൂ ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ഒരു ഷൂ ആണ് ഞാൻ സെലക്ട് ചെയ്തത്. അതാണ് കുറച്ചും കൂടി അതിനോട് മാച്ചായി പോകുന്നതായിട്ട് തോന്നിയത് കേട്ടോ. പിന്നെ ബാക്കിയെല്ലാം കളർ ഡിഫറൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു, അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. നമ്മളതാ വീട്ടിലെത്തി. ഓരോരുത്തരായിട്ട് ഫാമിലിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ളൂ. രാവിലെ ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇവിടെ നേരത്തെ എല്ലാ സെറ്റപ്പും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്താൽ പിന്നെ നമ്മൾ അകത്തോട്ട് കയറി. അപ്പോൾ അവൾ മുകളിൽ ഇതേടെ മേക്കപ്പിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അത് റീയോ അവിടെ തക്കീറൊക്കെ കണ്ട് അതൊക്കെ നോക്കിയിരിക്കുകയാണ്. പിന്നെ ഇതാണ് കേട്ടോ അവളുടെ വീട്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് എടുത്തോളൂ കയറി സ്ഥിതിക്ക് അവിടെ ഒരു ഭംഗി കണ്ട്, ആ ഒരു ഇതൊക്കെ സെറ്റൊക്കെ ചെയ്തപ്പോൾ നല്ലൊരു ഭംഗി കണ്ടപ്പോൾ ജസ്റ്റ് ഷൂട്ട് ചെയ്താണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കാനൊക്കെ തുടങ്ങി. നമുക്ക് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ ഭാഗങ്ങൾ, വെളിച്ചുള്ള ഭാഗങ്ങൾ ഏതാണോ അതൊക്കെ നോക്കി ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ റെഡിയായി അവളുടെ ഫൈനൽ ലുക്കിൽ അവളും സ്റ്റേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പുറകിൽ കാണുന്നവരുണ്ടല്ലോ, അവരാണ് ഇവിടെ മേക്കപ്പ് ചെയ്ത ആൾക്കാർ. അവളുടെ ഫ്രണ്ട്സ് തന്നെയാണ് വന്നത് മേക്കപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അവർ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വെറുതെ റെസ്റ്റ് എടുക്കായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് അവിടുന്ന് ആൾക്കാർ വന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജനൽ തുറന്ന് നോക്കായിരുന്നു അവർ വരുന്നതൊക്കെ. അപ്പോൾ അതിനുശേഷം നമ്മൾ താഴേക്ക് വന്നു. അവർ വരുന്ന ഒരു വീഡിയോ പുറത്ത് നല്ല ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് കിട്ടിയില്ല. പിന്നെ അവർ വന്നതിന് ശേഷം ഒരു ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവരുടെ ഫോട്ടോ സെക്ഷനൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ അവൾ ഡ്രസ്സ് ചെയ്ത് മാറ്റിയിട്ട് കൊണ്ടുവന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി നേരെ അവർ സ്റ്റേജിലോട്ടാണ് പോവുക. അപ്പോൾ അവർക്ക് പുറകെ ഞങ്ങളും ഇതേപോലെ അങ്ങ് സ്റ്റേജിൻ്റെ അടുത്തോട്ട് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റേജിലോട്ട് കയറി. പിന്നെ അതൊക്കെ അവരുടെ ഉള്ള 2 പെങ്ങന്മാർ, അമ്മ, അച്ഛനൊക്കെ ആയിട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവളുടെ വളയിടൽ ചടങ്ങല്ലേ, അപ്പോൾ ആ വളയിൽ ഇടാനായിട്ടാണ് അവർ സ്റ്റേജിലോട്ട് കയറിയിരിക്കുന്നത്. പിന്നെ അവരുടെ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ സ്റ്റേജിൽ നടക്കാനും. പിന്നെ ഒരു സൈഡിലായിട്ട് ഒരു 5 തരം ഫ്ലേവേഴ്സിലുള്ള ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് സ്വീറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. നമ്മൾ ബിരിയാണിയാണ് ഇത്തിരി കഴിച്ചത്. സദ്യയും അല്ലാതെ സാധാ ചോറും എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ഇത്തിരി ബിരിയാണിയൊക്കെ കഴിച്ച് മുകളിൽ വന്ന് റെസ്റ്റ് ചെയ്തിട്ടോ. അതിനുശേഷം നമ്മൾ കുറേ സംസാരിച്ചൊക്കെ അവിടെ ഇരുന്നു. അവൾ പിന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഒരുപാട് ലേറ്റ്, ഒരു 5:30 കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വീഡിയോ ആയിട്ട്. ഇപ്പം നിങ്ങളിപ്പോൾ കാണുന്നത് അതുവരെ നമ്മൾ ഫോണൊക്കെ ചാർജിലിട്ട് മാറ്റി വെച്ചേക്കായിരുന്നു. അതിനുശേഷം നമ്മളത് അവളോട് ടാറ്റാ ബൈ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ചെക്കൻ ഈ നാട്ടിൽ വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ചെക്കൻ എൻഗേജ്മെന്റിൽ ഇല്ലാത്തത്. അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും ചോദിക്കുന്ന അറിയാം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ പറയാൻ വിട്ടുപോയതാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.